ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയിട്ടുള്ള ദ ഫോർഗോട്ടൻ വൺസ് എന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അധികം വാചകടിയില്ല, ഡയറക്റ്റ് നമുക്ക് മൂവിയിലോട്ട് എടുക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ രണ്ട് കപ്പിൾസും ഒരു സിംഗിൾ ചെറുക്കൻ ഇവർ 5 ഫിംഗേഴ്സ് ചേർന്ന് ഒരു ബോട്ടും എടുത്ത് കടലിൽ എൻജോയ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കാം. സമയം രാത്രി, ഇവരെല്ലാവരും ട്രിപ്പിന് വന്ന സന്തോഷത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. ബോട്ട് ഒന്നും അവരത്ര ശ്രദ്ധിക്കുന്നില്ല. ഇതേ നേരം ബോട്ട് എന്തിലോ ഇടിച്ച് ബോട്ടിൽ ഒരു ഓട്ട വീണു. അതിലൂടെ പതിയെ പതിയെ വെള്ളം കയറാൻ തുടങ്ങി. ഇത് കണ്ട് ഇവരെല്ലാവരും ഷോക്കായി. വേറെ ഒരു വഴിയില്ലാതെ എല്ലാവരും ബോട്ടിൽ നിന്ന് കടലിലേക്ക് ചാടി. അടുത്ത ദിവസം കാലത്ത് നോക്കിയാൽ ഇവരെല്ലാവരും ഒരു ദ്വീപിന്റെ കരയിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കും. ആർക്കും പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിന് ആശ്വാസമായി. അങ്ങനെ 5 ഫിംഗേഴ്സ് അവിടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമ്മുടെ ഹീറോയിന്റെ കണ്ണിൽ അവിടെ ഒരു ഓരത്ത് യെല്ലോ കളർ ലൈഫ് ബോട്ട് കിടക്കുന്നത് കാണും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇതിനു മുൻപ് വേറെ ആരൊക്കെയോ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഉടനടി അതെടുക്കാൻ അവൾ അവിടെ ചെല്ലുമ്പോൾ അതൊരു കയറിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് വലിച്ചെടുക്കാൻ നോക്കും, പക്ഷെ എടുക്കാൻ പറ്റില്ല. അതേസമയം മൊന്തക്കാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു ജീവിയുടെ ശബ്ദം കേൾക്കും. അത് കേട്ട് പേടിച്ച് അവൾ അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് ഹീറോ എത്തും. എന്തു പറ്റി, എന്തിനാ പേടിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഈ ലൈഫ് ബോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ആ മൊന്തക്കാട്ടിൽ നിന്ന് എന്തോ ഒരു ജീവിയുടെ ശബ്ദം കേട്ടു, അതാ. ചേച്ചേ, ഒരു ദ്വീപിൽ നീ പറയുന്ന പോലെ വലിയ വലിയ ജീവികളൊന്നും ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞ് അവൻ വളരെ കൂളായിട്ട് അതെടുക്കും. ദേ, ഇത്രയുള്ളൂ കാര്യം, സോ സിമ്പിൾ. ഇത്രയും പറഞ്ഞ് അവൻ നടക്കും. ഇത് കണ്ട് വളരെ ആശ്ചര്യത്തോടെ അവളും അവൻ്റെ പിന്നാലെ പോകും. ഇപ്പുറത്ത് തടിയൻ സിംഗിൾ ചെറുക്കൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഇവിടെ ഹീറോയിൻ തനിയെ കാടിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ വീണ്ടും ആ മൃഗത്തിൻ്റെ ശബ്ദം കേൾക്കും. ഉടനടി ഇതേപ്പറ്റി അവരോട് പറയാമെന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ 4 പേരെയും അവിടെ കാണാനില്ല. ഇത് കണ്ട് ഇവൾക്ക് ആകെ പേടിയായി. ഇവൾ അവിടെ മൊത്തം ഇവരെ തേടി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള പാറക്കൂട്ടത്തിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ടക്കെന്ന് ഹീറോ അവൾക്ക് മുൻപിൽ നിൽക്കും. ഷോ, മനുഷ്യൻ പേടിച്ചു പോയി. പേടിപ്പിക്കാതെ, നിങ്ങളൊക്കെ എവിടേക്കാ പോയത്? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരി, അതെല്ലാം വിട്, നിന്നെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവൻ അവളെ അവിടെയുള്ള ഏറ്റവും വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. ഇനി നീ ഒന്ന് താഴേക്ക് നോക്കിയേ, വിൽ യു മാരി മീ എന്ന് അവനെ മണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ച കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാകും. ഈ ട്രിപ്പ് ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ അവൻ അവളുടെ കയ്യിൽ വള്ളിച്ചെടി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മോതിരം വിരലിൽ അണിയിക്കും. ശരിക്കും നല്ല അടിപൊളി ഡയമണ്ട് റിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവരുടെ തകർന്ന ബോട്ടിലാണുള്ളത്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ വള്ളിച്ചെടി കൊണ്ട് ഒരു റിങ് അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ ഡബിൾ ഹാപ്പിയാ. അന്ന് നൈറ്റ് എല്ലാവരും നല്ല ജോളിയായി സംസാരിച്ച് കിടന്നുറങ്ങും. പിറ്റേന്ന് കാലത്ത് ഹീറോയിൻ കണ്ണു തുറന്നു നോക്കിയാൽ ഹീറോയെ കാണാനില്ല. കൂട്ടത്തിൽ ബാക്കിയുള്ളവരെയും കാണാനില്ല. അത് മാത്രമല്ല, ഹീറോ കിടന്ന ഭാഗത്ത് നിറയെ രക്തം തളം കെട്ടി കിടപ്പുണ്ട്. ഇത് കണ്ട് അവൾ പേടിച്ച് കരഞ്ഞ് അവനെ ഉറക്കെ വിളിക്കും. അതേസമയം ഇപ്പുറത്തെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അവൻ്റെ കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കയ്യിലുള്ള തുണി വെച്ച് അവൻ കാലിലുള്ള മുറിവ് വെച്ച് കെട്ടും. ശേഷം അവിടെ തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കും. ഇതേ നേരം നിറയെ മൃഗങ്ങൾ ഇവനെ വളയം ചെയ്യുന്ന പോലെ ഇവന് ഫീൽ ചെയ്യും. ഇന്നേരം അവൻ അതിനെ നേരിടാനായി അവിടെ കിടന്നിരുന്ന കമ്പിയെടുത്ത് ഒരുങ്ങി നിൽക്കും. ഇതേ സമയം വലിയൊരു ജീവി ഇവനെ നോക്കി കാട്ടിലേക്ക് കയറിപ്പോകും. അപ്പുറത്തെ ഹീറോയിൻ ബാക്കിയുള്ള 3 പേരുടെ അടുത്ത് പോയി ഹീറോയെ കാണാനില്ല, അവൻ എവിടെ പോയിന്ന് അറിയോ എന്നൊക്കെ കേൾക്കും. നീ വേണമെങ്കിൽ അവനെ പോയി തേടിക്കോ, ഞങ്ങൾ ദാ ഈ ലൈഫ് ബോട്ട് ഉപയോഗിച്ച് ഇവിടുന്ന് പോകാന്ന് തടിയൻ പറയും. ആ, വേണമെങ്കിൽ ഇവനെയും കൂട്ടിക്കോ എന്നും പറഞ്ഞ് സിംഗിൾ ചെറുക്കനെ നോക്കി തടിയൻ പറയും. ഉടനെ സിംഗിൾ ചെറുക്കൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തടിയനും അവൻ്റെ ഡാർലിങ്ങിനെ നേരെ ചൂണ്ടി, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ അവനെ തേടാൻ വന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടിൻ്റെയും കഥ ഞാൻ കഴിക്കും. ഇതോടെ വേറെ ഒരു വഴിയില്ലാതെ തടിയനും അവൻ്റെ സ്വന്തം ഡാർലിങ്ങും ഇവരുടെ കൂടെ ഹീറോയെ തേടി കാട്ടിലേക്ക് ചലോ. ഇവർ നടന്നു വരുന്ന വഴി വീണ്ടും ആ മൃഗത്തിൻ്റെ ശബ്ദം അവിടെ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കും. ഇവരെല്ലാവർക്കും പേടിയാകും. ഇന്നേരം ഇവരുടെ കൂട്ടത്തിലെ സിംഗിൾ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മൊന്തക്കാടിൻ്റെ സൈഡിൽ ചെന്ന് നോക്കിയാൽ ആ ജന്തു ഒരു മൃഗത്തെ കടിച്ചു തിന്നുകൊണ്ടിരിക്കാം. ഇവനെ കണ്ടതും മരത്തിൻ്റെ മുകളിലൂടെ വേഗം മറഞ്ഞു പോകും. പിന്നാലെ മറ്റവരും അവിടെ എത്തി. സംഭവം ഒരു കാര്യം ഇവർക്ക് പിടികിട്ടി, ഇത് എന്തായാലും കുരങ്ങല്ല, അമ്മാതിരിയാ ഈ മൃഗത്തെ കടിച്ചു തിന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ ചുറ്റി നിറയെ ജന്തുക്കൾ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാല് ഏകദേശം മനുഷ്യൻ്റെ കാല് പോലെ തന്നെയാണുള്ളത്. ഈ സമയം തടിയൻ്റെ ഡാർലിംഗ് ഹീറോയിൻ്റെ അടുത്ത് വന്ന്, എനിക്ക് തോന്നുന്നത് അവൻ മരിച്ചിട്ടുണ്ടായിരിക്കുന്ന സമയം ഇത്രയായില്ലേ, ആ മൃഗം അവനെ കൊന്നിട്ടുണ്ടായിരിക്കും,
നമ്മൾ ഇനിയും അവനിവിടെ തേടി നടന്നാൽ അത് നമ്മുടെ ജീവന് തന്നെ ആപത്താ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് പോകാം. ഇല്ല ഇല്ല, എൻ്റെ മനസ്സ് പറഞ്ഞു അവൻ ജീവനോട് തന്നെ ഉണ്ടെന്ന്. അവൻ ജീവനോട് തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് അവനെ തേടാം. ശരി, നീയും ദേ ഇവനും തേടിക്കോ, ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അവൾ നടക്കാൻ ആരംഭിക്കും. എന്നാൽ ആ പോകുന്ന പോക്കിൽ ഒരു ട്രാപ്പിൽ അകപ്പെട്ട് അവൾ അങ്ങനെ തന്നെ മരത്തിൻ്റെ മുകളിൽ തല കീഴായിട്ട് തൂങ്ങി നിൽക്കുക. ഇത് കണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് തടിയൻ മരത്തിൻ്റെ മുകളിൽ കയറാൻ നോക്കും. പക്ഷേ അവൻ്റെ തടി കാരണം അവന് മരത്തിൻ്റെ മുകളിൽ കയറാൻ സാധിക്കില്ല. അവൾ അവിടെ കിടന്ന് അലറിക്കരയും. ഇപ്പോൾ സിംഗിള് ഹീറോയിൻ്റെ കയ്യിൽ ഗണ്ണ് കൊടുത്ത് ആ മൃഗം വരികയാണെങ്കിൽ നീ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവൻ മരത്തിൻ്റെ മുകളിൽ പൊത്തി പിടിച്ച് കയറി അവളുടെ കാലിലെ കെട്ടഴിക്കാൻ നോക്കുക. അതേസമയം ആ ജീവികൾ ഈ മരത്തിന് ചുറ്റുള്ള മരങ്ങളുടെ ചില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടക്കുക. ഇവനിപ്പോൾ അവളുടെ കാലിലെ കെട്ടഴിക്കാൻ നോക്കുന്ന കൃത്യം സമയം ആ മൃഗം ഇവന് നേർക്കുനേർ വന്ന് ഒരു അലർച്ചയാണ്. ഇതോടെ പേടിച്ച് പതറി അവൻ താഴെ വീണു. ഇതേ സമയം തടിയൻ്റെ ഡാർലിങ്ങിനെ ആ ജീവികളെല്ലാം കൂട്ടത്തോടെ വന്ന് പൊക്കിയെടുത്ത് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത മരത്തിൻ്റെ ചില്ലയിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞു പോകുക. ഇത് കണ്ട് തടിയനും ഗണ്ണെടുത്ത് അവിടെയും ഇവിടെയും ഷൂട്ട് ചെയ്ത് അവരെ ഫോളോ ചെയ്തു പോകും. കുറേ ദൂരം പോയതിനു ശേഷം ഒരു ഘട്ടത്തിൽ ക്രിയേച്ചർ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ താഴേക്കിടും. അപ്പോഴേക്കും അവളുടെ പണിയെല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും. ഇത് കണ്ട് തടിയൻ തേങ്ങി കരയും. എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ, സോറി. ഇന്നേരം അവൻ്റെ മുൻപിൽ ആ ജീവി വന്ന് നിൽക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപം, മനുഷ്യനുമല്ല മൃഗമല്ല, എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട്. അതിപ്പോൾ അവനെയും കൊല്ലും. അവൻ്റെ കരച്ചിലും ബഹളം എല്ലാം ഇവർ കേൾക്കും. ഇപ്പോൾ ഇതെല്ലാം കേട്ട് സിംഗിള് ആ ജീവി അവനെയും കൊന്നിരിക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് ഓടാൻ ആരംഭിക്കും. അവളും അവൻ്റെ പിന്നാലെ നിൽക്കട, ഞാനൊരു കാര്യം പറയട്ടെ, നിൽക്ക് പ്ലീസ്. ഇപ്പം അവൻ നിൽക്കും. എന്താ, നീ ഇപ്പോഴും അവനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? അവനെയൊക്കെ ആ ജീവികൾ കൊന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ദ്വീപ് വിട്ട് പുറത്തു പോകണം. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഞാൻ അവനെയും കൊണ്ടല്ലാതെ വരുന്നില്ല. അവനെനിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അവന് മരിച്ചാലും അവനൊരു നോക്ക് കണ്ടേ ഞാൻ വരുള്ളൂ. ഇതെല്ലാം കേട്ട സിംഗിള് അവളെ തനിയെ ഈ കാട്ടിൽ വിട്ടിട്ട് പോകാൻ മനസ്സിലാതെ അവനെ തേടി അവളുടെ ഒപ്പം നടക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇവിടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടി നടക്കാം. ഇപ്പുറത്തെ ഹീറോയിനും സിംഗിളും ഹീറോയെ തേടി നടക്കുന്ന കൂട്ടത്തിൽ കാടിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ടെന്റ് കണ്ടെത്തും. ഇതിനു മുൻപ് ഇവിടെ ആൾക്കാർ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന കാര്യം ഇവർക്ക് ഉറപ്പായി. ഇവർ രണ്ടാളും വേഗം ടെന്റിന്റെ ഉള്ളിൽ കയറി. അവിടെ ഒരു ഡയറി ഇരിപ്പുണ്ട്. അവൾ അത് തുറന്ന് വായിക്കാൻ ആരംഭിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചില റിസർച്ചേഴ്സ് ഇവിടെയുള്ള വ്യത്യസ്തമായ ജീവികളെ പറ്റി മനസ്സിലാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇവിടെയുള്ള ക്രൂരന്മാരായ ജീവികൾ കട്ടിച്ചു കൊന്നു. അതിലൊരുത്തൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അയാൾ എഴുതിയ ഡയറിയാണിത്. അതിൽ ഈ ജീവിയെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയും കുരങ്ങനെ പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് മാറി മാറി ചാടാനുള്ള കഴിവ്, ചെന്നായെ പോലെ അവരുടെ ഗ്രൂപ്പിനെ നയിക്കുവാനുള്ള കഴിവ്, അങ്ങനെ ഇവ മൂന്നും ചേർന്ന ഒന്നാണ് ആ ജീവി. അപ്പോൾ പിന്നെ അതിൻ്റെ ശക്തിയും ബുദ്ധിയൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ കൊടൂരമായിട്ടുള്ള ജീവികൾക്ക് ഒരു ലീഡറുണ്ട്. അതിൻ്റെ വാക്ക് കേട്ടാണ് ബാക്കി എല്ലാവരും നടക്കുന്നത്. ആ ക്രിയേച്ചറാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഒരു ലേഡി സയൻറ്റിസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ആ സ്ത്രീയെയും ക്രൂരമായി ജീവി എടുത്തിട്ട് പോയിരിക്കണം. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഇവരെല്ലാവരും ഈ ദ്വീപിൽ വന്ന് കാലുകുത്തിയത്. ആ ഡയറിയുടെ അവസാനത്തിൽ മറ്റൊരു ഡയലോഗും കൂടി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഡയറി വായിച്ച് കഴിഞ്ഞ ഉടനെ ഈ ദ്വീപ് വിട്ട് പുറത്തു പോകണം. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ... ഇതേ സമയം ടെന്റിന് ചുറ്റും നിറയെ ക്രൂരന്മാരായ ക്രിയേച്ചേഴ്സ് നടക്കുന്നുണ്ട്. ഇവരും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക. അതേസമയം ആ ടെന്റിന്റെ മുകളിൽ ഒരു ഭാഗം കീറി ജീവി സിംഗിൾ ചെറുക്കനെ എടുത്തു കൊണ്ടുപോകും. അധികം വൈകാതെ രക്തത്തിൽ കുളിച്ച അവനെ ടെന്റിനുള്ളിലേക്ക് തുപ്പിയെറിയും. ഈ നടുക്കുന്ന കാഴ്ച കണ്ട് അവൾ ആകെ തരിച്ചുപോയി. ശേഷം ഒട്ടും സമയം കളയാതെ ഇവൾ അവിടുന്ന് എഴുന്നേറ്റോടി അവിടെയുള്ള വലിയൊരു മരത്തിൽ ചാരി നിൽക്കും. ഇന്നേരം അവളെ ചുറ്റി നിറയെ ക്രിയേച്ചേഴ്സ് അവിടേക്ക് എത്തി. ഇപ്പോൾ ഒരു ജീവി മാത്രം മരത്തിന്റെ മുകളിൽ നിന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ വരും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഹീറോ അവൻ്റെ ഫ്രണ്ട്സിനെ തേടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ജീവി ഒരു മൃഗത്തെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടയുടനെ അവിടെ കിടന്നിരുന്ന ഒരു വടിയെടുത്ത് അതിനെ അടിക്കാൻ വരുമ്പോഴേക്കും മറ്റൊരു ക്രിയേച്ചർ ഇവന്റെ മുകളിലേക്ക് കുതിച്ചു ചാടും. ഇവനെ കടിച്ചു തിന്നാൻ ശ്രമിക്കാതെ ആ ഒരു മൽപ്പിടുത്തത്തിനിടയിൽ അവന്റെ കയ്യിൽ ഒരു കത്തി കിട്ടും. ഉടനെ അതെടുത്ത് അതിന്റെ ശരീരത്തിൽ അവൻ ചക്കെന്ന് കുത്തിയിറക്കി. ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടും. പിന്നാലെ മറ്റൊരു ജീവി ഇവനെ ആക്രമിക്കാൻ പാഞ്ഞു വരും. വന്ന പാടെ അവനെ അത് പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകും.
ഇപ്പോൾ ക്യാമറ അങ്ങനെ തന്നെ തിരിച്ച് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ മയക്കത്തിൽ നിന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ നല്ല ഇരുട്ട്. അതായത് ക്രൂരനായ ആ ജീവി അവളെ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ടിരിക്കാം. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവിടെയുള്ള വള്ളിച്ചെടികളിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് നമ്മുടെ തടിയൻ അവൾ അവിടെ കാണുന്നത്. അതായത് അവനെയും ആ ഗുഹയ്ക്കുള്ളിലാണ് ഈ ക്രിയേച്ചേഴ്സ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ക്രിയേച്ചേഴ്സ് അതിൻ്റെ ആജാനുബാഹു പോലത്തെ കൈവച്ച് അവൻ്റെ വയറിൽ അമർത്തിയതും തടിയൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും രക്തം വരാൻ തുടങ്ങി. ഇതോടെ അവൻ്റെ കഥ തീരും. ഇതുകൂടി കണ്ടപ്പോൾ പൂർത്തിയായി അവൾ വേഗം അവിടുന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് വള്ളിയിൽ തൂങ്ങിക്കയറി എങ്ങനെയൊക്കെ മുകളിലെത്തും. എത്തിയ പാടെ അവൾ കണ്ടത് ഈ ക്രിയേച്ചറുകളുടെ നേതാവിനെയാണ്. അതിപ്പോൾ ഇവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പറന്നിറങ്ങി ഒരു പ്രത്യേക തരം ശബ്ദമുണ്ടാക്കും. അതായത് മറ്റു ജീവികളെ വിളിക്കുന്നത് ഇവിടെ ഒരു ഇരയുണ്ടെന്ന് പറഞ്ഞറിയിക്കാനായിട്ട്. ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് വന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി നോക്കുക. ഇപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവയ്ക്ക് കണ്ണ് കാണില്ലെന്ന്. ക്രിയേച്ചേഴ്സ് മണത്ത് നോക്കിയാണ് ഓരോ ഇരകളെയും തേടി കണ്ടെത്തുന്നത്. ഇതേ സമയം അവളുടെ ഭാഗ്യത്തിന് ഒരു തരം കായയുടെ കറ ദേഹത്ത് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ലീഡർ ക്രിയേച്ചറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള മരമൊന്നിനെ കട്ടിച്ച് മുറിച്ച് തിന്ന് അത് അവിടുന്ന് പോകും. പിന്നാലെ മറ്റ് ക്രിയേച്ചേഴ്സും. ഇതാണ് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള കറക്റ്റ് ടൈമെന്ന് വിചാരിച്ച് അവൾ അവിടുന്ന് ഓടി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. അവിടെ വച്ചിരുന്ന ലൈഫ് ബോട്ട് നോക്കിയാൽ ഇവരുടെ പല സാധനം അവിടെ ഇല്ല. എല്ലാം ക്രിയേച്ചേഴ്സ് എടുത്തു പോയിക്കൊണ്ടിരിക്കുക. ഇന്നേരം അവൾക്ക് ഒരു ടോർച്ച് അവിടുന്ന് കിട്ടി. ലൈഫ് ബോട്ട് കിട്ടാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും അതെടുക്കണമെന്നും ഉറപ്പിച്ച് ധൈര്യം സംഭരിച്ച് വീണ്ടും അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി. അവിടെ മൊത്തം തപ്പി നോക്കി. അവസാനം അവൾക്ക് ലൈഫ് ബോട്ട് കിട്ടും. തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ഫ്ലയർ ഗണ്ണും ഇരിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ച് അവൾ അതും എടുക്കും. ശേഷം അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവൾ മറ്റൊരു കാര്യം കാണുന്നത്. അതായത് നമ്മുടെ ഹീറോയെ കൊന്ന് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ കാഴ്ച അവൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അവന് വേണ്ടി അവൾ ഇത്രയും റിസ്ക് എടുത്തത്. എന്നിട്ടും അവനെ ജീവനോടെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുക. അവിടെ ഓൾറെഡി കുറച്ച് ക്രിയേച്ചേഴ്സ് ഉണ്ട്. ആ ജീവികളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇവൾ ഇരുട്ടിൽ കണ്ണു കാണാതെ എന്തിലോ തട്ടി ശബ്ദം ഉണ്ടാകും. ഇതോടെ ശബ്ദം കേട്ട് ക്രിയേച്ചേഴ്സ് എല്ലാം ചാടി എഴുന്നേൽക്കും. എഴുന്നേറ്റ പാടെ അവൻ 4 പാടും നടക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ജീവികളുടെ ശ്രദ്ധ തിരിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് കയ്യിലുള്ള ഫ്ലയർ ഗണ്ണ് കത്തിച്ച് മറ്റൊരിടത്തേക്ക് എറിയും. ഇപ്പോൾ അത് കത്തുന്ന ശബ്ദം കേട്ട് എല്ലാ ക്രിയേച്ചേഴ്സും ആ ഭാഗത്തേക്ക് ഓടി. ഇതേ ടൈമിൽ ഹീറോയിൻ അവിടുന്ന് നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഓടും. ആ ഓടുന്ന ഓട്ടത്തിൽ അവൾ നേരെ ഈ ജീവികളുടെ തലവൻ്റെ മുൻപിൽ ചെന്നുപെടും. അത് ഇവളെ കയ്യിൽ കിട്ടിയ പാടെ തട്ടിക്കളിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ എറിഞ്ഞു കളിക്കും. ഇതേ നേരം അവിടേക്ക് ബാക്കി ജീവികൾ കൂടി എത്തി. നേതാവ് ക്രിയേച്ചർ അവളെ ഓരോ വട്ടം എറിയുമ്പോഴും ഇവൾ അതിനെ തള്ളി മാറ്റാനും അടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യം വന്ന നേതാവ് ക്രിയേച്ചർ അവളെ എടുത്ത് മുളങ്കാട്ടിലേക്ക് വലിച്ചെറിയും. വീണ വീഴ്ചയിൽ അവൾ മുളം കൊമ്പിൽ കൊത്തിവെച്ച ഒരു കത്തി കാണും. അതേ നേരം ഇവളെ കൊല്ലണം എനിക്കെന്നും പറഞ്ഞ് നേതാവ് ക്രിയേച്ചർ പാഞ്ഞു വരും. കറക്റ്റ് ടൈമിൽ അവൾ കത്തിയെടുത്ത് അതിൻ്റെ തല നോക്കി വീശി വെട്ടും. ഇതോടെ തലയും ഉടലും വെവ്വേറെയാകും. നേതാവ് ക്രിയേച്ചറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നേതാവ് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ജീവികൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അതിൻ്റെ തല നോക്കി ഹീറോയിനെ നോക്കി, അതിൻ്റെ തല നോക്കി ഹീറോയിൻ നോക്കി, ബാക്കി ക്രിയേച്ചേഴ്സ് എല്ലാം അവിടുന്ന് ഓടിപ്പോകും. ഇപ്പോൾ ഹീറോയിൻ അവളുടെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം തുടച്ചു കളഞ്ഞ് ലൈഫ് ബോട്ടിൽ കയറി അവിടുന്ന് പോകും. 5 ആളായിട്ട് തുടങ്ങിയ ഈ യാത്രയിൽ അവസാനം ഒരാൾ മാത്രമായി. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.